രാമായണത്തിൻ്റെ ശീലുകളാത്മാവിൽ നോവായി നിറയുന്ന വിസ്മയ കാഴ്ചകൾ. കല്ലും കരളും പിളർക്കുമീ ദൃശ്യങ്ങൾ. ഏതു നാരായ വിരചിതമെങ്കിലും അന്നുടജത്തിലെടുത്താണിയോലയിൽ നർത്തനം ചെയ്യും പദസ്വനം കേൾക്കയായി. ത്രേതായുഗ മഹാഭാവനാ സങ്കൽപ്പവൽമീകം അക്ഷരധ്യാനത്തിലാഴവേ രണ്ടു കിളിയിലിണപ്പക്ഷിയൊന്നിനെ കൊല്ലാൻ തൊടുക്കുന്നൊരമ്മിൻ നിരമ്പവും എയ്യരുതെന്നു വിലക്കും മുനിയുടെ സർവചരാചര പ്രേമാർദ്രനാദവും നേമിരാജൻ തന്നനപത്യ ദുഃഖവും പുത്രകാമേഷ്ടിയും സൽപുത്രലബ്ധിയും. രാമൻ പിറക്കുന്ന അയോധ്യയിൽ ഹാ ധർമ്മകാഹളമെങ്ങും മുഴങ്ങുന്നവനിയിൽ രാജ്യാഭിഷേകമൊരുങ്ങുന്നു. രാമനായി ഘോഷങ്ങൾ വാദ്യങ്ങളെങ്ങും മുഴങ്ങവേ പണ്ടു ജായയ്ക്കു കൊടുത്ത വാഗ്ലംഘനം ഉണ്ടാകുമെന്നു ഭയന്നു ദശരഥൻ. അച്ഛന്റെ വാക്പാലനം തന്നെ പുത്രന്റെ ധർമ്മമെന്നോതുന്ന വേദാന്തവേദ്യനായി രാമൻ മെതിയടി പോലും ത്യജിച്ചാത്മയാനത്തിൽ യാത്ര തുടങ്ങുന്നടവിൽ. മാരീചനെത്തുന്നു മാനുഷരാമനെ മായാവിമോഹിതനാക്കുന്നതും വിധം. മർത്യനായി വന്നു ജനിക്കുകിൽ ദൈവവും സത്യം വിധിക്കൂ കളിപ്പാവയായിടും. പുഷ്പകവിമാനത്തിലെത്തി നിശാചരൻ തട്ടിയെടുക്കുന്നു സീതയെ ദുർവിധി. ശിംശപാവൃക്ഷച്ചുവട്ടിൽ അശോകമാം വന്യവനിയിലിരിക്കുന്ന ദേവിയെ കണ്ടു തിരിച്ചെത്തി മാരുതി അർണവം ഗോഷ്പദം പോലെയുല്ലംഘനം ചെയ്യുകയായി. ലങ്കാധിപനെ വധിച്ചു രാമൻ തന്റെ ജാനകി ദേവിയെ കൊണ്ടുപോരുന്നതും കണ്ണിൽ മനസ്സിലൊളിയാർന്ന വാങ്മയ ചിത്രമായി രാമകഥ തെളിഞ്ഞിടവേ. ആരോ പറയുന്നു സീത അതു കേട്ടു രാമൻ വരികൾ അപൂർണമായി ഗദ്ഗദം. അഗ്നിയിൽ ശുദ്ധയായി വന്നോരവനിജ അർത്ഥിച്ചതില്ലതിൻ മുൻപു താൻ മേദിനി പുത്രിയെ കൈകളാലേറ്റു നെഞ്ചോടു ചേർത്തത്തലാറ്റിയിടുവാൻ മുത്തങ്ങൾ നൽകിനാൾ. ചിത്തം പറന്നെത്തി ത്രേതായുഗത്തിലെ വിസ്മയം കാണുവാൻ ജീവാത്മമോക്ഷദം. ഏതു വൽമീകമാണീ വിധം താമസഭാവം നശിപ്പിച്ചു കാട്ടാള ചിന്തയിൽ. കാവ്യാവബോധം നിറച്ചു സാത്വികനാം വാൽമീകിയാക്കി ചമയ്ക്കുന്നിതേ വിധം. ആദിത്യസർഗ സനാതന സംസ്കൃതിയാണെൻ്റെ നാടിൻ്റെ പ്രാണന്റെ സ്പന്ദനം. ആ ദിവ്യധർമ്മ പ്രകാശമാണമ്മയാം ഭാരതഭൂമി തൻ തത്വവും സ്വത്വവും.